അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ജനാബ് ടി മുഹമ്മദ് ബഷീർ സാഹിബ്, ഈ ജാഥയുടെ നായകന്മാരായ പ്രിയപ്പെട്ട PKK ബാവ സാഹിബ്, MC മായിനാജ് സാഹിബ്, ബഹുമാന്യരായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 1979 മുതൽ വടക്ക് നിന്ന് തെക്കോട്ട് നിരവധി ജാഥകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷ രാജ്യത്തെ ജനങ്ങളെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തി എന്നതുകൊണ്ടാണ് സംയമനവും സമത്വവും സാഹോദര്യവും ജനമധ്യത്തിൽ ഉയർത്തിപ്പിടിച്ചും കൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച മുസ്ലിം ലീഗ് നേതാവും ദേശീയ ട്രഷററും സംസ്ഥാന IT വ്യവസായ വകുപ്പ് മന്ത്രിയുമായ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിൽ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പതാക നൽകിക്കൊണ്ട് ആരംഭിച്ചിട്ടുള്ള ഈ യാത്ര ഇന്ന് പയ്യന്നൂരിലെത്തുകയാണ്. കണ്ണൂർ ജില്ലയുടെ കവാടമായ പയ്യന്നൂരിൽ നിന്ന് ഇന്ന് ഈ ജില്ലയിൽ മാട്ടൂരിലും അതുപോലെ തന്നെ തളിപ്പറമ്പിലും പുതിയ തെരുവിലും കണ്ണൂർ സിറ്റിയിലും അടക്കം ഇനി 4 പരിപാടി കൂടി ഈ ജില്ലയിൽ നടത്താനുണ്ട്. എന്തിനാണ് ഈ യാത്ര എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കുതന്ത്രങ്ങളും കുബുദ്ധികളും എന്തുകൊണ്ടാണ് നിങ്ങൾ നടത്തുന്നത് എന്നവരോട് തിരിച്ചു ചോദിക്കാൻ തന്നെയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന ജാഥയിലെ മുദ്രാവാക്യം തന്നെ നവകേരളമാണ്. 1957 ഏപ്രിൽ മാസം 5-ാം തീയതി കേരളത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തത് വേലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്, EMS. 957 മുതൽ 2016 വരെയുള്ള ഈ കാലഘട്ടത്തിനിടയ്ക്ക് 5 തവണ കമ്മ്യൂണിസ്റ്റുകാർ കേരളം ഭരിച്ചിട്ടുണ്ട്. EMS 57-ലും 67-ലും മുഖ്യമന്ത്രിയായിട്ടുണ്ട്. നായനാർ 87-ലും 96-ലും, അത് കഴിഞ്ഞ് 2001-ലും, ഇപ്പൊ അവസാനമായി VS അച്യുതാനന്ദൻ 911-ലും 6-ലും നമ്മുടെ കേരളം ഭരിച്ചിട്ടുണ്ട്. ഈ നവകേരളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ കേരളമാണെങ്കിൽ 63 കൊല്ലമായി ഈ കേരളത്തിൽ നിങ്ങൾ ഭരണം നടത്തിയിട്ട് എന്തുകൊണ്ടാണ് ഇനിയും ഈ കേരളം പുതിയതാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. അതോടൊപ്പം തന്നെ ഇപ്പൊ പിണറായി വിജയൻ നടത്തുന്ന ഈ രാഷ്ട്രീയം ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് യോജിച്ചതാണോ? ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോ ഗണേശ പൂജ നടത്തി, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ജയന്തി നടത്തി, ശ്രീകൃഷ്ണ ജയന്തി നടത്തി. ഇപ്പൊ അവസാനമായി മൗലൂദിന്റെ ആളുകളെ ക്ഷണിക്കുന്നിടത്തേക്ക് പിണറായി വിജയൻ ഇപ്പൊ നമ്മളുടെ KT ജലീലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമസ്കാരത്തിന്റെ ചിത്രം ആളുകളോട് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ പഴയ മുദ്രാവാക്യം മറക്കണ്ട, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന മുദ്രാവാക്യം പിടിച്ചുകൊണ്ടാണ് 1983-ൽ കേരളത്തിൽ DYFI ഉടലെടുത്തത്. ആ DYFI ഇപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജാതീയം? ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾക്കറിയാലോ, കോഴിക്കോട് സ്വപ്ന നഗരിയിൽ മുസ്ലിമീങ്ങളുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ട് അവിടെ നമസ്കാരത്തിന് സൗകര്യമുണ്ട്, സ്ത്രീകൾക്ക് നമസ്കാരക്കുപ്പായമുണ്ട്, പോരാതെ വന്നാൽ അച്യുതാനന്ദന്റെ ഷർട്ടുണ്ട് എന്ന് പറയുന്നിടം വരെ മാർക്സിസ്റ്റ് പാർട്ടി മതം കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തിനാണ് നിങ്ങൾ ഈ മതം കളിക്കുന്നത്? സർവ്വലോക തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന ആശയത്തിൽ നിന്ന് സർവരാജ്യ മത തത്വം എന്നതിലേക്ക് കമ്മ്യൂണിസ്റ്റുകാരൻ എന്തുകൊണ്ട് മാറുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയണോ? ഇപ്പൊ പിണറായി വിജയൻ പറയുന്നത് ഞങ്ങൾ വികസനത്തിനെതിരല്ലാതെ, വണ്ടി പോയതിനു ശേഷം ടിക്കറ്റ് എടുത്തിട്ട് കാര്യമല്ല, കുതിര പോയതിനു ശേഷം ആന പൊട്ടിയിട്ട് കാര്യമില്ല, കോടതി പിരിഞ്ഞതിനു ശേഷം ന്യായം തോന്നിയിട്ടും കാര്യമില്ല. കഴിഞ്ഞ 10-63 കൊല്ലമായി കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ പിറകോട്ട് വലിച്ചവരാ നിങ്ങൾ. ഇപ്പൊ വിഴിഞ്ഞൻ പോർട്ടിനെ കുറിച്ച് എന്താ പറഞ്ഞത്? 5000 കോടി രൂപയുടെ വിഴിഞ്ഞം പോർട്ടിന്റെ നിർമ്മാണത്തിന് 6000 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന പത്രത്തിൽ അച്ചടിച്ചു വന്നതാണല്ലോ, VS അച്യുതാനന്ദൻ പറഞ്ഞതാണല്ലോ, പിണറായി ഏറ്റുപിടിച്ചതാണല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രകടനം നടത്തിയതാണല്ലോ. ഇപ്പൊ അവസാനമായിട്ട് പിണറായി വിജയൻ പറയുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വിഴിഞ്ഞം പോർട്ട് നടപടിയായി മുന്നോട്ട് പോകും, നിർത്തിവെക്കൂലാണ്. ഞാൻ ചോദിക്കട്ടെ, 5 കൊല്ലം നിങ്ങൾ ഈ കേരളത്തിന്റെ വികസനത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു ആയുധമായിരുന്നില്ലേ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയാകുമ്പോൾ കൊച്ചിയിൽ കൊണ്ടുവന്നിട്ടുള്ള സ്മാർട്ട് സിറ്റി? ആരാണ് അതിന് തടസ്സം വെച്ചത്?
അന്ന് എന്താ സഖാവ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത്? കേരളത്തിൽ അത് നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. അത് മാത്രമല്ല, അറബികൾ വരുമ്പോ പറഞ്ഞു പെണ്ണും മണ്ണും കരുതി ഇവിടെ വരണ്ട. ഇവിടെ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സാഹിബ് വന്നപ്പോ എന്താ പറഞ്ഞതെന്നറിയോ? അദ്ദേഹം മദ്യപിക്കാൻ വരികയാണ്. അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നൊക്കെ മദ്യപിക്കാൻ ഇവിടേക്ക് വരിക. ബസറിക്കാരെങ്കിലും ഈത്തപ്പഴം കയറ്റലുണ്ട്. കേരളത്തിലെ ഈ വേണ്ടാത്ത കള്ളു കുടിക്കാൻ ഏതെങ്കിലും ഒരു അറബി ഇവിടെ വരിക? അത്രമാത്രം മോശമായി ചിത്രീകരിച്ചതാണ്. 5 കൊല്ലം നിങ്ങളത് വെറുതെ കോൾഡ് സ്റ്റോറേജിൽ വെച്ചു. ഇപ്പോഴോ കുഞ്ഞാലിക്കുട്ടി വീണ്ടും വന്നു. സ്മാർട്ട് സിറ്റി ഇതാ നടപ്പിലായി. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണിപ്പോ. അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ കണ്ണൂരിലെ വിമാനത്താവളം രാജ്യത്തിന്റെ വികസനത്തിന്റെ ഒരു മുഖമുദ്രയല്ല എന്നാണ് സഖാവ് EMS പറഞ്ഞത്. എന്നാൽ ഇപ്പൊ പറയുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അവിടെ നിന്ന് 1-ലധികം വിമാനം കയറും. എന്താ പറയാൻ കാരണം? കമ്പ്യൂട്ടറിനെ നിങ്ങൾ എതിർത്തു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തിയുള്ള ഒരു കേന്ദ്രമാണ്. എനിക്കറിയാം, പയ്യന്നൂർ മണ്ഡലം. നിങ്ങൾ എന്തെല്ലാം വേണ്ടാത്തത് ചെയ്തോ അതൊക്കെ വേണമെന്ന് പറയുന്നിടത്തെത്തി. കമ്പ്യൂട്ടറിനെ എതിർത്തു, സ്മാർട്ട് സിറ്റിയെ എതിർത്തു, വിഴിഞ്ഞം പോർട്ടിനെ എതിർത്തു. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് വരാവുന്ന എല്ലാ പുരോഗതിയെയും തടസ്സപ്പെടുത്തിയതാണ് നിങ്ങളുടെ ചിത്രം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി, 5 കൊല്ലം തികയാൻ പോകുന്ന ഈ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികാസത്തിന്റെയും വികസനത്തിന്റെയും വിപ്ലവകരമായ മാറ്റം അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയണം. ഞാൻ ചോദിക്കട്ടെ, എന്റെ മുന്നിൽ നിൽക്കുന്ന ഏതെങ്കിലും 60 വയസ്സ് കഴിഞ്ഞ ഒരാൾ എണീറ്റ് നിന്ന് പറയട്ടെ, എനിക്ക് വാർദ്ധക്യ പെൻഷൻ ലഭിക്കുന്നില്ല. ഈ കേരളത്തിൽ ഇത്രമാത്രം പാവങ്ങൾക്ക് ഔദാര്യപൂർവ്വം പണം കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉണ്ടോ? ഒരാൾക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ 600 രൂപ പെൻഷൻ. അയാൾ ഒരു കർഷകരാണെങ്കിൽ വേറെ ഒരു 600 രൂപ പെൻഷൻ. അപ്പൊ ടോട്ടൽ 1200 രൂപ. 80 വയസ്സ് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും അയാൾക്ക് 1200 രൂപ. ഇവിടെ വിധവകൾക്ക് പെൻഷൻ ഉണ്ട്, വികലാംഗർക്ക് പെൻഷൻ ഉണ്ട്, വൈദ്യുതയ്ക്ക് ബാധിച്ചവർക്ക് പെൻഷൻ ഉണ്ട്, ക്യാൻസർ രോഗികൾക്ക് പെൻഷൻ ഉണ്ട്. രാജ്യത്തെ വിധവകൾക്ക് ഇപ്പൊ അവരുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് ഈ ഗവൺമെന്റ് ഇപ്പൊ 20,000 രൂപ വരെ കൊടുക്കുന്നു. ഒരു സ്ത്രീ പ്രസവിച്ചാൽ അവളൊരു പാവപ്പെട്ട തൊഴിലാളിയാണെങ്കിൽ അവർക്ക് 15,000 രൂപ കൊടുക്കുന്നുണ്ട്. ഈ ആനുകൂല്യങ്ങളൊക്കെ പറ്റുന്ന പാവങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഐക്യജനാധിപത്യ മുന്നണിയുടെ തുടർച്ചയായ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരും. അത് മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ഭരിക്കുന്ന ഗവൺമെന്റ് തുടർച്ചയായി 4 ഉപതെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് ജയിച്ച ചരിത്രം ഐക്യജനാധിപത്യ മുന്നണിക്ക് മാത്രമാണ്. അനൂപ് ജേക്കബ് ബഹുമാന്യനായ TM ജേക്കബിന്റെ നിര്യാണത്തെ തുടർന്ന് അതേ മണ്ഡലത്തിൽ അച്ഛനേക്കാൾ 3 ഇരട്ടി ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ജയിച്ച് രാജിവെച്ചിട്ട് തിരുവനന്തപുരത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ചപ്പോ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 10,000 വോട്ടിന് ജയിക്കുന്ന അന്ന് പറഞ്ഞത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 6,000 വോട്ടിനാണ് സെൽവരാജ് ജയിച്ചു കയറിയത്. അതുപോലെ തന്നെ 3ാമത്തെ തെരഞ്ഞെടുപ്പ്, ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചിത്രം എന്താ? ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് 19 ഞങ്ങൾക്കൊന്നും, ഒരു അഹമ്മദ് മാത്രം ജയിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് മാറിയിട്ട് ഞങ്ങൾക്ക് 16 നിങ്ങൾക്ക് 4 മാറി. ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 12 ഞങ്ങൾക്ക്, 8 നിങ്ങൾക്ക്. എന്താ ഇങ്ങനെ വരാൻ കാരണം? ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ കേരളത്തിന്റെ ഏത് ഗ്രാമത്തിൽ പോയാലും ആയിരക്കണക്കിന് ബംഗാളികളെ കാണാം. ലൈഫ് ബോയ് എവിടെയുണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ബസ് സ്റ്റാൻഡ് എവിടെയുണ്ടോ അവിടെ ബംഗാളിയുണ്ട്. ബംഗാളി ഇല്ലാത്തൊരു ബസ് സ്റ്റാൻഡ് കാണാൻ കഴിയില്ല നിങ്ങൾക്ക്. ആയിരക്കണക്കിന് ബംഗാളികൾ. നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്, നമുക്കിപ്പോ നമ്മളെ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ രാത്രി ഒരു 9 മണി കഴിഞ്ഞാൽ 100 കണക്കിന് യുവാക്കളെ കാണും. പുലരുമ്പോൾ അവർ ജോലിക്ക് പോകാൻ വേണ്ടി വണ്ടി കാത്തു നിൽക്കുക. എവിടുന്നാ വരുന്നതെന്നറിയോ? 34 കൊല്ലക്കാലം ബുദ്ധദേവ് ഭട്ടാചാര്യയും ജ്യോതിബാസുവും മാറി മാറി ഭരിച്ച ബംഗാളിൽ നിന്ന് ബഹുമാന്യനായ അച്യുതാനന്ദൻ പറഞ്ഞു കേരളം ബംഗാളാക്കും. ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതിന്റെ തത്വം. കേരളം ഇപ്പൊ ബംഗാളായി മാറുക. കാരണം അവിടുത്തെ ആളുകളൊക്കെ ഇവിടേക്ക് വരിക. നീണ്ട 34 കൊല്ലത്തെ ഭരണത്തിൽ നിന്നുള്ള മോചനം നേടിയിട്ടാണ് നമ്മുടെ രാജ്യത്തെ കുട്ടികൾ വരുന്നത്. ഇവിടെ ഫാസ്റ്റ് ഫുഡ്, എവിടെ ഫാസ്റ്റ് ഫുഡ് ഉണ്ടെങ്കിലും വർക്ക് മുഴുവൻ നടത്തുന്നത് ബംഗാളികളാണ്. എന്തുകൊണ്ട് ബംഗാളിൽ നിന്നും 34 കൊല്ലത്തെ ഭരണം ഇവിടെ മാറാൻ കാരണം? ഇപ്പൊ സിന്ധൂരിന്റെ കാര്യം പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പൊ പറയുന്നത് എന്താ അറിയോ? കോൺഗ്രസിനെ കൂട്ടിയിട്ടെങ്കിലും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണം അവസാനിപ്പിക്കണം എന്നാണ്. നിങ്ങൾ ഈ പാർട്ടി ഉണ്ടാക്കിയത് എന്തിനാണെന്നറിയോ? കോൺഗ്രസിനെ തോൽപ്പിക്കാനാണ്. 1964 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർത്തി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുക്കാൻ കൽക്കത്തയിൽ നിന്ന് നിങ്ങൾ തീരുമാനമെടുത്ത് ആന്ധ്രയിലെ തെനാലിയിൽ പോയി നിങ്ങൾ പാർട്ടി ഉണ്ടാക്കി.
എന്താ മുദ്രാവാക്യം? കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായി കൂട്ടുകൂടും. ഇപ്പൊ BJPക്കെതിരെ ഏത് വിപരീതമായി കൂടാൻ നിങ്ങൾ തയ്യാറില്ല. എന്താ ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്? ബീഹാറിൽ നിതീഷ് കുമാർ അതുപോലെ ദുല്ലു പ്രസാദ് യാദവും ചേർന്ന് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതെ തന്നെ BJPയെ തൂത്തുമാറ്റി. അവിടെ ബംഗാളിന്റെ ഭരണം കൊടുക്കാൻ നിങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ 12 സീറ്റ് കൂടി ലഭിക്കുമായിരുന്നു എന്നാണ് നിതീഷ് കുമാർ പറഞ്ഞത്. നിങ്ങൾ ഒറ്റക്ക് മത്സരിച്ചു. എന്തിന്? BJP കയറി വരാൻ. നിങ്ങൾ ഇപ്പൊ വിളിക്കുന്ന മുദ്രാവാക്യം എന്താ? കോൺഗ്രസിനെതിരെയാണ്. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിനെതിരെയാണോ വേണ്ടത്? 1962 പാർട്ടി പിളർത്തിയത് കോൺഗ്രസിനെ തോൽപ്പിക്കാനാണ്. എന്നാൽ 2004 നിങ്ങൾ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന് പിന്തുണ കൊടുത്തത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? BJP വരാതിരിക്കാൻ. ഈ തത്വം എവിടെ പോയി? 1964 പാർട്ടി പിളർത്തിയത് കോൺഗ്രസിനെതിരാണെങ്കിൽ 2004 നിങ്ങൾ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന് പിന്തുണ കൊടുത്തതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾ CPI-ക്കാരോട് പറയണം. അത് ചോദിക്കേണ്ടത് ഉളുപ്പില്ലാത്ത CPI-ക്കാരനാ, ഞാനല്ല. നിങ്ങൾ എന്തിനാ പാർട്ടി വിട്ടുപോയത്? കോൺഗ്രസിനെ തോൽപ്പിക്കാൻ. നിങ്ങൾ പിളർന്നത് എന്തിനാ? 2004 കോൺഗ്രസിനൊപ്പം കൂടിയത്. അത് മാത്രമല്ല, 4.5 കൊല്ലം കോൺഗ്രസിന് പിന്തുണ കൊടുത്തു. ആർക്ക്? മൻമോഹൻ സിംഗിന്. ആരാ മൻമോഹൻ സിംഗ്? കാട്ടുകാർ നടപ്പിലാക്കിയ കാട്ടുകള്ളൻ, IMF കൊണ്ടുവന്ന വിദ്വേഷൻ. ആ മനുഷ്യനെ നിങ്ങൾ താങ്ങി. എന്നിട്ടോ 4.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ആണവ കരാർ വരുന്നത്. ആണവ കരാറിന്റെ പേരിൽ പിരിഞ്ഞു പോകുന്നത് തെറ്റാണെന്ന് എപ്പോഴാ പറയുന്നത്? 2016. അപ്പൊ പണ്ട് CH പറഞ്ഞതായിരിക്കും ഓർമ്മ വരുന്നത്. നുബൂവത്തിന്റെ കാലം കഴിയണം മാർക്സിസ്റ്റുകാർക്ക് ബുദ്ധി വരണമെങ്കിൽ. 40 കൊല്ലം കഴിയുമ്പോഴാണ് അവർക്ക്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളി പറഞ്ഞു. 1982 അത് തെറ്റായിരുന്നു എന്ന് EMS ഏറ്റു പറഞ്ഞു. 1964 നിങ്ങൾ പാർട്ടി പിളർത്തി കോൺഗ്രസിനെതിരെ. 2004 നിങ്ങൾ കോൺഗ്രസിന്റെ ഒപ്പം കൂടി. 4 കൊല്ലം 40 കൊല്ലം കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ ഇപ്പൊ 4 കൊല്ലം കഴിഞ്ഞപ്പോ തന്നെ ഓർമ്മ വന്നല്ലോ. ഞങ്ങൾ ആണവ കരാറിനെ എതിർത്തത് തെറ്റാണ്, ഞങ്ങൾ വിഴിഞ്ഞ പോർട്ടിനെ എതിർത്തത് തെറ്റാണ്, ഞങ്ങൾ ഈ രാജ്യത്ത് സ്മാർട്ട് സിറ്റി വരുന്നതിനെ എതിർത്തത് തെറ്റാണ്. അപ്പൊ തെറ്റിൽ നിന്ന് മാത്രം ജനിച്ച ഒരു പാർട്ടി തെറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ ഗണേഷിന്റെ പേരിലാണ് നിങ്ങൾ ആഘോഷം നടത്തുന്നതെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിങ്ങൾ ബദരീങ്ങളാണ്ടാ കഴിക്കുന്നത്. എന്താ ഈ മാറ്റം? സാമുദായികമായി ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രാജ്യത്ത് വളർന്നു വന്നിരിക്കുന്നു. അതിന്റെ അനന്തര ഫലമാണ് ഇവിടെ ഇപ്പൊ കുമ്മൻ രാജേന്ദ്രനും വെള്ളാപ്പള്ളി നരേശനും രംഗത്ത് വരാൻ കാരണം. അവർക്ക് മനസ്സിലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗീയതയെ എതിർക്കാൻ മറ്റൊരു വർഗീയത വേണം. എന്തുകൊണ്ടാണ് ബംഗാളിൽ BJP വളരാത്തത് എന്ന ചോദ്യത്തിന് അന്ന് പറഞ്ഞെന്താ? BJPയുടെ തൊഴിലൊക്കെ ഞങ്ങൾ തന്നെ എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പൊ പിളർപ്പ് വരുന്നത്? ഇവിടെ BJPയിലേക്ക് മാർക്സിസ്റ്റുകാർ പോകുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് BJP പോകുന്നു. കത്രിക്കായ് വെണ്ടക്കായ്, വെണ്ടക്കായ് കത്രിക്കായ്, തമിഴന്റെ കഥ പോലെ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, എന്നിട്ട് നിങ്ങൾ തമ്മിലടിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തിന്റെ ഈ ചിത്രം ഇതാണെങ്കിൽ ഇതിനെ മാറ്റിയെടുക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഈ യാത്ര മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരുടെയും മനസ്സിലേക്ക് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സംയമനത്തിന്റെയും അന്തരീക്ഷം വളർത്തിക്കൊണ്ടുവരാൻ ജനങ്ങളെ ഉത്ബുദ്ധരാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഈ യാത്ര എനിക്കുറപ്പുണ്ട്, ഇത് അടുത്ത 11-ാം തീയതി നമ്മുടെ തിരുവനന്തപുരത്തെത്തുമ്പോ കേരള രാഷ്ട്രീയത്തിൽ വമ്പിച്ച മാറ്റം ഈ കാരണം കൊണ്ട് ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇപ്പൊ കാണുന്ന ഐക്യത്തിന്റെ കാരണക്കാർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ബഹുമാന്യനായ ടി മുഹമ്മദ് ബഷീറും KPA മജീദും പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും സോണിയാഗാന്ധിയെ കണ്ടിട്ട് പറഞ്ഞു, മര്യാദക്ക് നിന്നാൽ വീണ്ടും ഭരിക്കാം, അല്ലെങ്കിലോ നിങ്ങൾക്ക് നിങ്ങളെ പണിയൊക്കി പോകാം. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കുമെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി 100 സീറ്റുമായി കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വരും. ഒരു സംശയാർക്കും വേണ്ട. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് ജയിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തിരുത്തുന്നത് 23 ആണെങ്കിൽ 23 ജയിക്കും. ജനങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഓരോന്നും എടുത്തു പറഞ്ഞാൽ ഒരുപാട് സമയമുണ്ട്, ഇവിടെ നേതാക്കൾ ഒരുപാടുണ്ട്. വിദ്യാഭ്യാസ മേഖല പരിശോധിക്ക്. കേരളത്തിൽ ഇത്രമാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുത്ത ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇതിനു മുമ്പുണ്ടോ? ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു കോളേജ്, 6 മെഡിക്കൽ കോളേജ് ഒരുമിച്ച് പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റ് UDF ഗവൺമെന്റ് അല്ലാതെ 36 കൊല്ലത്തെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഒരുമിച്ച് 6 മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ച ഗവൺമെന്റ് ആയത്. കണ്ണൂരിൽ മെഡിക്കൽ കോളേജ്, വയനാട്ടിൽ മെഡിക്കൽ കോളേജ്, മലപ്പുറത്ത് മെഡിക്കൽ കോളേജ്, ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ്, പത്തനംതിട്ടയിൽ മെഡിക്കൽ കോളേജ്.
6 മെഡിക്കൽ കോളേജ് ഒറ്റയടിക്ക്. അതിന്റെ സാമ്പത്തികം നോക്ക് നിങ്ങളിപ്പോ. നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. 7200 കോടി രൂപയുടെ പുതിയ ബാധ്യതയാണ് ഗവൺമെന്റ് ഈ പുതിയ ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുള്ള ശമ്പള പരിഷ്കരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നീക്കിവെച്ചത്. എന്തൊരു നല്ല ഗവൺമെന്റ്! ആർക്കാണ് ഈ ഗവൺമെന്റിനോട് വിരോധം തോന്നുക? അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ തുടർച്ച മാത്രമല്ല, സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും ഭദ്രതയും കാത്തു സൂക്ഷിക്കണം. വെള്ളാപ്പള്ളി നടരാജൻ പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് യോജിപ്പുണ്ട്. മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കണം. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞല്ലോ, അവിടെ തന്നെ ഞാനും നിൽക്കുന്നത്. അതുപോലെ തന്നെ BJPയുടെ ഒരു മുദ്രാവാക്യത്തോടും എനിക്ക് യോജിപ്പുണ്ട്. അവരെന്താ പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങണം, ഗർ വാപ്പസ് അല്ലേ?